എൻ്റെ പേര് ബിബി ഷോബി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ഷോബി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടന് ക്യാൻസറാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ആ സമയത്ത് 4 കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മണിക്കൂറോളം പറഞ്ഞ സർജറി 12 മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി. പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഇപ്പം തന്നെ അങ്ങനെ നേര്, അപ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകാനും അറിയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം വേണ്ട, കാരണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല, പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 4 കീമോയൊക്കെ ചെയ്തു, പെറ്റ് സ്കാൻ എടുത്തു, യാതൊരു കുഴപ്പവും. പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് കൃപാസനത്തിലൊന്ന് പോവാം. അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട്. ഞാൻ ഉടനെ തന്നെ ജനുവരി 23 ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന് ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നന്നായി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെ അത്രയും കാലം കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ. അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കീമോ ചെയ്തു. അതിനുശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കീമോ ചെയ്യാം. അങ്ങനെ 4 കീമോ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു. പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ടു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന്. ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് 4 കീമോ കഴിഞ്ഞു, പെറ്റ് സ്കാൻ ഡേറ്റ് തന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെറ്റ് സ്കാനിന് 2 ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നുക,
ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് വന്നം അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത്. അച്ഛൻ കൊടുത്ത കാശ് രൂപം ഏട്ടൻ മാലയിൽ ഇടുക പോലും ചെയ്തില്ല, പേഴ്സിലിട്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഇത് എവിടെ നിന്നായിരിക്കും. അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവില്ല് കാണും, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഏട്ടൻ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും, ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ തന്നെ 12 കീമോയും പൂർത്തീകരിച്ച് ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു 25-ാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛൻ, പ്രാർത്ഥിക്കണോട്ടോ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ നെഞ്ചിൽ ഉടുമ്പടി തൈലം പെരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവുമില്ല എന്ന്. 27-ാം തീയതി റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന ആ മഹാരോഗം ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരുമില്ലാതൊരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അത്രയും കാലമാണ് ശോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ, ഇനി അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. അന്നേരം ഞാൻ പറഞ്ഞു ഒരു മിറക്കിൾ സംഭവിക്കും, എന്താണെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കിടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത്. ആ വാക്ക്, ആ ഒരു പ്രാർത്ഥന, ആ മാതാവ് എന്നെ കരുതി, എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണം. ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കണ്ണീര് കണ്ടു. ആ ആൾത്താരെ മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല, ഞങ്ങളുടെ കുടുംബത്തെയും ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറയാം, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ ഏട്ടൻ കൃപാസനത്തെ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട, ഞാൻ പറയാം, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ, എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തോട് തിരിച്ചു പറയാൻ എനിക്ക് സാധിച്ചു. മാതാവേ നന്ദി, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇവിടെ വന്ന് ഒരാളും വിഷമിച്ച് ഇറങ്ങിപ്പോയേ വേണ്ട. എന്താണെങ്കിലും മാതാവ് കരുതും, മാതാവ് കരുതി ചേർത്തുകൊള്ളും. മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും, ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ, രോഗി സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക. ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്നോർത്ത്
കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മഴ നോക്കൂല, വെയിൽ നോക്കൂല, മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും. ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ശക്തിയാൽ, എൻ്റെ ഈശോയുടെ ശക്തിയാൽ ഏട്ടൻ യാതൊരു കുഴപ്പമില്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവേ, ഇവിടം വരെ എന്നെ കയറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാൻ ഈ പറയുന്നതൊന്നും ഞാനല്ല, ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ. ജീവനുള്ള മാതാവ് ഇവിടെയുണ്ട്. ഈ മാതാവിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല. യേശുവേ നന്ദി, മാതാവേ നന്ദി. 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട്, അതും ലിംഫ് നോട്ട്സിലാണ് വന്നത്. അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഉള്ള ഓപ്ഷൻ HER2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഇമ്മ്യൂണോതെറാപ്പി, കോൺസെൻട്രേറ്റഡ് തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെയുള്ളൊരു ഓഫ് കീമോ മാത്രമായിരുന്നു. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസമുണ്ട്, പക്ഷേ അമിത വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷേ ബിബി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മാതാവ് എൻ്റെ സ്കാൻ കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടായി. അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു.